നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ ലോഗോയുടെ ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ്. ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ കാണുന്ന കൂട്ട് നമ്മുടെ വീഡിയോയിലൊക്കെ ഇടുമ്പോൾ നമുക്കൊരു ഭംഗി ഉണ്ടാവും. നമ്മുടെ ലോഗോ മാത്രമായിട്ട് കാണും, ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ബാക്കിൽ നമ്മൾ ഓൾറെഡി ലോഗോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സോളിഡ് കളർ ബാക്ക്ഗ്രൗണ്ടോ ഉണ്ടാവും. അപ്പോൾ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ലോഗോയിൽ നിന്ന് വ്യത്യസ്തമായ കളർ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെലക്ട് ചെയ്യണം. വൈറ്റ് ലോഗോ ആണെങ്കിൽ ബ്ലാക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിക്സൽ ലാബൊക്കെ വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഫോട്ടോഷോപ്പ് വെച്ച് റിമൂവ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് കിട്ടും. നമുക്ക് പിക്സൽ ലാബ് വെച്ച് അതിലും എളുപ്പമായിട്ട് കളയാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പിക്സൽ ലാബ് വെച്ച് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ്. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യണം. പിക്സൽ ലാബ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഡൗൺലോഡ് ലിങ്ക്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കണ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടോ സേവ് ആയിട്ടുള്ള സെഷൻ അവൈലബിൾ ആണ്, അത് ഓപ്പൺ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്യാൻസൽ അടിക്കുക. അപ്പോൾ നമ്മൾ ക്യാൻസൽ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നത് ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു എലമെൻറ്റ് ഒബ്ജക്റ്റ് അവർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്യുക, ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളൊരു ഏരിയ കിട്ടി. ഇനി നമ്മൾ മെയിനായിട്ട് സെറ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ക്യാൻവാസ് സൈസ് നമ്മുടെ ലോഗോയുടെ സൈസിനോട് ഈക്വലൻ്റ് ആക്കണം. അപ്പോൾ നമുക്ക് ആ ലോഗോയുടെ സൈസ് ഓൾറെഡി നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഈ നാലാമത്തെ ഓപ്ഷനിൽ പോയിട്ട് ആ ലോഗോ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ലോഗോയുടെ സൈസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യാം. നമുക്ക് ഇമേജ് സൈസ് എന്നുള്ളത് അടിച്ചിട്ട് ഇവിടെ നമുക്ക് ലോഗോയുടെ സൈസ് എത്രയാണെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ ആ കറക്റ്റ് സൈസിൽ തന്നെ നമുക്ക് ആ ക്യാൻവാസ് കിട്ടും. 2000x2000 എന്ന് പറഞ്ഞ സൈസാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ 2000x2000 കൊടുത്തിട്ട് ഓക്കെ അടിക്കാം. അപ്പോൾ നമുക്ക് അറിയില്ലാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ എനിക്ക് അറിയില്ല എന്ന് വിചാരിച്ചു. അറിയില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നാലാമത്തെ ഓപ്ഷനിൽ സെലക്ട് ചെയ്യാം. നാലാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നാലാമത്തെ ഓപ്ഷനിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണ ഏർപ്പാടാണ്. അതായത് ഈ ക്യാൻവാസിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ ക്യാൻവാസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിൻ്റെ സൈസ് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പോൾ ഫ്രം ഗാലറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ ഫ്രം ഗാലറി അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ റീസെൻറ്റിൽ നിന്ന് എടുക്കാം, പിന്നെ പിക്ചറിൽ പോയിട്ട് ഫോൾഡർ വൈസ് എടുക്കാം. അപ്പോൾ പിക്ചറിൽ പോയിട്ട് ഫോൾഡർ വൈസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ പിക്ചറിൽ പോവാം. പിക്ചറിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഫോൾഡർ ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഫോൾഡർ ഞാൻ എൻ്റെ ലോഗോ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇതൊക്കെ ട്രാൻസ്പെറൻറ്റ് ലോഗോ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തതാണ്. ചിലത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വൈറ്റൊക്കെ കാണുന്നത്. ഇതൊക്കെ ഫോട്ടോഷോപ്പ് വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിലും എളുപ്പത്തിൽ നമുക്ക് പിക്സൽ ലാബ് വെച്ചിട്ട് ക്ലിയർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഗോ. ഇത് നമ്മൾ ജസ്റ്റ് 1 ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലോഗോയുടെ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ 2000x2000 ആണ്. ഇവിടെ ടിക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ലോഗോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോഗോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഇമേജിൻ്റെ സൈസ് എന്ന് വെച്ചാൽ 2000x2000 ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് വൈറ്റ് കളർ റിമൂവ് ചെയ്യണം. വൈറ്റ് കളർ റിമൂവ് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വീണ്ടും ലോഗോ ലെയറായിട്ട് ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് വൈറ്റ് കളർ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നടുക്കുള്ള ഓപ്ഷൻ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇമ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സെയിം ലോഗോ തന്നെ ഒന്നുകൂടിയും സെലക്ട് ചെയ്യാം. ഒന്നുകൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ അടിക്കാം. ഓക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വലിച്ച് ആ ഒരു ക്യാൻവാസിൻ്റെ ഈക്വലൻ്റായിട്ട് വലിച്ച് നീട്ടി വയ്ക്കുക. കാരണം ഇത് ലെയറാണ്. അപ്പോൾ അത്രയും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ബാക്കിലുള്ള നമുക്ക് ക്യാൻവാസ് സൈസ് കിട്ടി, ബാക്കിലുള്ള ലോഗോ നമുക്ക് വേണ്ട. അതിന് മുമ്പ് ഞാനിപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആക്കി കാണിച്ചു തരാം. ട്രാൻസ്പെറൻ്റ് ആക്കാനായിട്ട് നമ്മൾ ഈ നടുക്കത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. നടുക്കത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഇമേജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് ഇത്രയും പോയി കഴിയുമ്പോൾ ഇറേസ് കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എനേബിൾ അടിക്കുക. എനേബിൾ അടിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നും പോയതായിട്ട് നിങ്ങൾക്ക് തോന്നാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിൽ ഈ സെയിം ലോഗോ തന്നെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്യണം ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നാലാമത്തെ ഓപ്ഷനിൽ പോവാം. നാലാമത്തെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ട് ട്രാൻസ്പെറൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഓൾറെഡി ആ ലോഗോയുടെ സൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ട്രാൻസ്പെറൻ്റ് ആക്കിയാൽ ഇനി കുഴപ്പമില്ല.
അപ്പോൾ ബാക്കിലുള്ള ആ ലെയർ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണ്ട. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാക്കിലുള്ള ലോഗോ പോയി. ഇനി നമ്മൾ നടുക്കുള്ള ഓപ്ഷൻ വീണ്ടും സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇറേസ് കളർ ക്ലിക്ക് ചെയ്യാം. ഇറേസ് കളർ ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എനേബിൾ അടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള സംഭവം പോയി. അപ്പോൾ ഇതിൽ ടോളറൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ടോളറൻസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കണതാണ്. പിന്നെ കളർ ഇപ്പോൾ വൈറ്റ് ഓൾറെഡി അവർക്ക് അറിയാവുന്ന കാരണം ബാക്ക്ഗ്രൗണ്ട് അവർക്ക് മനസ്സിലായ കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്ത് വൈറ്റ് കളഞ്ഞതാണ്. ഇപ്പോൾ വേറെ കളറാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഈ കളറാണെങ്കിൽ ഈ കളർ സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റ് തിരിച്ചു വന്നു, ആ കളർ പോയി. അപ്പോൾ നമുക്ക് വൈറ്റാണ് കളയേണ്ടത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക, എനേബിൾ അടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വൈറ്റ് സെലക്ട് ചെയ്തോളും. ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കളർ അവർ സെലക്ട് ചെയ്തോളും. ഇനി ഇത് ടോളറൻസ് എന്ന് പറഞ്ഞ സംഭവമാണ്. ടോളറൻസ് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടലാണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു 27-30 നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ടോളറൻസ് അത്യാവശ്യം നന്നായിട്ട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല എഡ്ജൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇപ്പോൾ 25 കൊടുക്കാം നമുക്ക്. ഇനി സ്മൂത്തൻ എഡ്ജസ് എന്നുള്ളത് ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ വൃത്തികേടാവും. അപ്പോൾ നമ്മൾ 1-2 നമുക്ക് കൂട്ടാവുന്നതാണ് സ്മൂത്തൻ എഡ്ജസ്. അപ്പോൾ നമ്മുടെ എഡ്ജസ് സ്മൂത്തായിട്ട് വരും, ഇങ്ങനെ കൂർത്തിരിക്കുന്ന കൂട്ട് തോന്നില്ല. അപ്പോൾ നമുക്കത് 2 കൊടുക്കാം. എന്നിട്ട് നമുക്ക് ടിക്ക് അടിക്കാം. ഇപ്പോൾ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ലോഗോ റെഡിയായി. ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ കൈയൊക്കെ തട്ടിയിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി എന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്കത് നടുക്കായിട്ട് കൊണ്ടുപോകണം. നടുക്കായിട്ട് കൊണ്ടുവരുന്നതിനായിട്ട് ഇപ്പോൾ നമ്മുടെ കൈ തട്ടി എങ്ങോട്ടാണ്ട് പോയി. അപ്പോൾ നമുക്ക് ഈ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ നടുക്കത്തെ ഓപ്ഷനാണ് എപ്പോഴും ശ്രദ്ധിക്കണം. നടുക്കത്തെ ഓപ്ഷനാണ് ഇമേജിൻ്റെ, അതായത് ലെയറായിട്ട് ആഡ് ചെയ്യണ ഇമേജിൻ്റെ നടുക്കത്തെ ഓപ്ഷൻ. ആദ്യത്തെ ഓപ്ഷൻ ടെക്സ്റ്റ് ആഡ് ചെയ്യാനാണ്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. 4ാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനാണ്. അപ്പോൾ നടുക്കത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റിലേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നടുക്കാക്കുക. എന്നിട്ട് ഇത് നടുക്കാക്കുക. അതായത് ഇങ്ങനെ ഈ റൈറ്റ് ടു ലെഫ്റ്റ് നടുക്കാക്കണ സംഭവമാണ് ഇത് കാണിച്ചു തരാം. റൈറ്റ് ടു ലെഫ്റ്റ് നടുക്കാക്കും ഉണ്ടോ. ഇനി ടോപ്പ് ടു ബോട്ടം നടുക്കാക്കാനായിട്ട് ഈ താഴത്തെ നടുക്കത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓക്കെ അടിക്കുക. ഇപ്പോൾ നമ്മുടെ ലോഗോ സെൻറ്റർ അലൈൻഡ് ആയി. ഇനിയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ലോഗോ സെൻറ്റർ അലൈൻഡ് ആണോ എന്ന് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യണം. എന്നിട്ട് നടുക്കത്തെ ഓപ്ഷനിൽ പോവുക, റിലേറ്റീവ് പൊസിഷനിൽ പോവുക. ഇത് രണ്ടും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് രണ്ടും ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ സേവിൻ്റെ ഇവിടെ മുകളിലെ ഓപ്ഷൻ സേവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ആസ് ഇമേജ് ക്ലിക്ക് ചെയ്യാം. സേവ് ആസ് ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് JPG PNG 2 ഓപ്ഷൻസ് ഉണ്ട് ഫോർമാറ്റ്. അതിൽ PNG തന്നെ എന്തായാലും സെലക്ട് ചെയ്യണം. അപ്പോൾ വിഡ്ത്ത് നിങ്ങൾ നോക്കുക 2000 തന്നെയാണ്. നമ്മൾ ആ ഇമേജ് ബാക്ക്ഗ്രൗണ്ടായിട്ട് ആഡ് ചെയ്ത് തന്നെ ആ ക്യാൻവാസ് സൈസ് അത് തന്നെ വന്നു. ഇനി നമ്മൾ സേവ് ടു ഗാലറി അടിക്കാം. ഇപ്പോൾ നമ്മുടെ സേവിങ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ലോഗോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏത് വീഡിയോയിലും ഈ ഒരു ലോഗോ യൂസ് ചെയ്യാം. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.